എല്ലാവരും പ്രസ് മീറ്റ് വന്നിട്ട് എല്ലാവർക്കും ഫസ്റ്റ് താങ്ക്സ്. ഒന്നുമില്ല, സിനിമ റിലീസ് ചെയ്തിട്ട് 3-4 ദിവസമായി. കുറച്ച് പേരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ സിനിമയുടെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാം, അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം, ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശം. എന്തായാലും എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാമല്ലേ? അതെ. എന്താ പറയാ? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ പ്രസ് മീറ്റിന് ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ മാധ്യമപ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ശരത്ത് സംവിധാനം നിർവഹിച്ച് സ്റ്റഡി ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഔസേപ്പിൻ്റെ ഒസ്യത്ത് ഈ കഴിഞ്ഞ 7-ാം തീയതി റിലീസ് ചെയ്തു തിയേറ്ററിൽ. വളരെ നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നും അതുപോലെ തന്നെ കണ്ട ആളുകളെല്ലാവരും വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രസ് മീറ്റ് നടത്താൻ തന്നെ തീരുമാനിച്ചത്. അതുകൊണ്ട് ഈ സിനിമയെക്കുറിച്ചും സിനിമയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. പ്രൊഡ്യൂസർ നിങ്ങളോട് സംസാരിക്കാം. താങ്ക് യു ഫോർ കമ്മിങ്. ഇത് ഞങ്ങളുടെ ഒരു പുതിയ ആദ്യത്തെ സംരംഭമായിരുന്നു. ക്രിയേറ്റീവ് പ്രൊഡ്യൂസറായ ഇബ്രാഹിം, ഡയറക്ടറായ ശരത്, പിന്നെ പ്രൊഡ്യൂസറായ ഞാൻ. മേഗൂർ ഫിലിംസ് എന്ന ബാനറിൽ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഒരു പടമായിരുന്നു. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല റിവ്യൂസും വന്നിട്ടുണ്ട്. ഇനി മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും എൻകറേജ്മെൻറ്റും കൂടെ ഇത് മുന്നോട്ട് കയറും എന്ന് പ്രതീക്ഷിക്കും. ഇപ്പോൾ സ്ഥിരം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഈ സിനിമയുടെ പ്രത്യേകമായിട്ട് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു റോ സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഒരു നന്മമാരങ്ങനെയല്ല. ഡാർക്കും ഉണ്ട്, വൈറ്റും ഉണ്ട്. നോർമൽ നമ്മൾ സിനിമ കാണുമ്പോൾ ചിലടത്ത് ഡാർക്കും ചിലടത്ത് വൈറ്റും ആണ്. ഇപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ഡാർക്കും വൈറ്റും ആയിട്ടും ഇല്ലെങ്കിൽ ഡാർക്ക് വൈറ്റും ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നപ്പോൾ ഇതാണോ ഇച്ചിരി അട്രാക്ട് ചെയ്തത്? തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ പോലീസ് കഥാപാത്രങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ വന്നപ്പോഴും ഞാൻ ശരത്തിനോട് പറഞ്ഞു, പോലീസാണെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ട്രൈ ചെയ്യുന്നതല്ലേ നല്ലത്, ഞാൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സിനിമയ്ക്കെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇതൊന്നും കഥയൊന്നും കേൾക്ക് അങ്ങനെ പറഞ്ഞാണ് ശരത്ത് ഈ സിനിമയുടെ കഥ പറയാൻ വേണ്ടി വന്നത്. പക്ഷേ കഥ പറഞ്ഞു കഴിയുമ്പോൾ ഏതൊരു ആക്ടറും ആഗ്രഹിച്ചു പോകുന്ന, കുതിച്ചു പോകുന്ന തരത്തിലുള്ളൊരു കഥാപാത്രമാണ് ജോർജ് എന്ന് പറയുന്നത്. താങ്കളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പല പല ഷെയ്ഡ്സിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഈ എല്ലാ പോലീസുകാരും ഒരിക്കലും വില്ലന്മാരല്ലല്ലോ. അവരവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരൊരു പക്ഷേ ചിലപ്പോൾ കുറച്ച് റൂഡാവാം, കുറച്ച് സോഫ്റ്റായിട്ട് ചിലപ്പോൾ അവർ ബിഹേവ് ചെയ്തേക്കാം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ജോർജിൻ്റെ ക്യാരക്ടർ. ഇദ്ദേഹം ജോലിയിൽ വളരെയധികം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപ്പനുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ ഫാമിലിയുണ്ട്, അനിയനുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയുണ്ട്. അവിടെ എല്ലാം ഇദ്ദേഹം വളരെ സോഫ്റ്റ് പേഴ്സൺ ആണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതാണ്. അതുകൊണ്ടാണ് പല പല ഷെയ്ഡ്സിലൂടെ പോകുന്നത് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒരു ആക്ടറെ സംബന്ധിച്ച് വളരെയധികം ചലഞ്ചിങ് ആണ് അതുപോലത്തെ ഒരു ക്യാരക്ടർ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ വന്നപ്പം ഒരു സംശയം തോന്നിയില്ല, ഇത് ചെയ്യണോ വേണ്ടയോ എന്നൊരു നിമിഷം പോലും ചിന്തിക്കേണ്ടി വന്നില്ല. ഫസ്റ്റ് ലൈൻ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരത്തിനോട് പറഞ്ഞു, ശരത്ത് ഞാൻ ഇന്നാണ് എന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ച് അതിന് മറുപടി കുട്ടേട്ടൻ, പോത്തൻ, അതുപോലെ ഹേമന്ത്, സെറിൻ, ലെന എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പിന്നെ നമുക്കൊരു ഡൗട്ടിൻ്റെ ആവശ്യമുള്ള ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളുമുള്ള ഒരു സിനിമയാണ് ഔസേപ്പിൻ്റെ ഒസ്യത്ത്. അന്നും തോന്നിയിരുന്നു, ഇന്നിപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോഴും തോന്നിയിരുന്നു. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഇതേപോലെ പെർഫോമൻസ് കണ്ടായിരുന്നു? ഒരു വേറൊരു ക്യാരക്ടർ ലെവൽ, അതായത് ഓരോ സ്റ്റോറി ടെല്ലിങ്ങിലും നമ്മൾ ചെയ്യുന്ന കഥാപാത്രം എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു ആക്ടറെ സംബന്ധിച്ചൊരു വലിയൊരു ബാധ്യതയാണ്. ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം ആളുകളിലേക്ക് എത്തും, അല്ലെങ്കിൽ ഈ കഥാപാത്രം എത്രത്തോളം അവിടെ റീച്ച് ആവും എന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? അതൊരു ബാധ്യതയായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അത് നമുക്കൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു അനിവാര്യതയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറെ കിട്ടാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഔസേപ്പിൻ്റെ ഒസ്യത്തിലെ മൈക്കിൾ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ ഇപ്പം ഞാനെന്നല്ല, ഇപ്പോൾ ഏതൊരു ആക്ടറും അത് കിട്ടിയാൽ കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം ആ ക്യാരക്ടർ അത്രയധികം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന, അത്രയധികം പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറെ ഉൾക്കൊണ്ട് ചെയ്യാന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ആദ്യം ശരത്ത് ഇതിൻ്റെ റൈറ്ററും കൂടെ ഈ ഫസലുള്ളതിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് വരുമ്പോൾ തന്നെ ഈ സിനിമ മുമ്പോട്ടേക്ക് വെക്കുന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ കോൺഫ്ലിക്റ്റ് ഒരു അച്ഛനും 3 മക്കൾക്കും ഇടയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ ഷാജുവിൻ്റെ ക്യാരക്ടേഴ്സിനിടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ അത് ചെയ്യാം. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. ശരത്തിനോട് പറഞ്ഞു ഈ കോൺഫ്ലിക്റ്റാണ് എന്നെ അട്രാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പം അത് തന്നെയാണ് എനിക്ക് ഈ സിനിമ ചെയ്തിരുന്ന സമയത്തുമൊക്കെ അതിനെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ. ഇപ്പം പടം കണ്ടപ്പോഴത്തേക്കും ആണ് എനിക്ക് എൻ്റെ കുറച്ചും കൂടെ ഏരിയകൾ കുറച്ചും കൂടെ കണക്റ്റ് ആവുന്നത്. ഇപ്പം ഞാൻ ഓർത്തിരുന്നത് ഇപ്പം എൻ്റെ ഷാജോൻ്റെ ഏരിയ മാത്രമല്ല, ബാക്കി പല ഏരിയകളിലും പല മികച്ച പെർഫോമൻസുകളും സിനിമയിലുണ്ട്. കുട്ടേട്ടൻ്റെ ഏരിയയൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഹേമന്തിൻ്റെ, അങ്ങനെ എല്ലാവരും അവനവൻ്റെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയും ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ളൊരു നറേറ്റീവാണ്. അടിപൊളിയായിരുന്നു. അപ്പം സിനിമ നമ്മൾ കഥ കേൾക്കുമ്പം പിന്നെ അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ സിനിമ കാണും. അങ്ങനെ ഒരു 3 ഘട്ടത്തിൽ നമ്മൾ ഈ സിനിമയെ സമീപിക്കുന്നുണ്ട്. ആ 3 ഘട്ടത്തിലും സജീന്ദ്ര ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടർ. ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. വിജയരാഘവൻ എന്ന് പറയുന്നത് അങ്ങനെ സീനിയർ ആണെങ്കിലും പുതിയ ആളെ പോലെ ഓരോ സിനിമയിലും വർക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്രയോ വർഷമായിട്ട് ഒരുപാട് അച്ഛൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് പലപ്പോഴും നമ്മളെപ്പോഴും നോക്കിയാണ് നമുക്കും ഒരേപോലത്തെ കഥാപാത്രങ്ങളാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സിനിമകളിൽ ഇങ്ങനെ കിട്ടി തുടങ്ങുക. സിമിലർ ആയിട്ടുള്ള, നേരത്തെ ഷാജു പറഞ്ഞ പോലീസ് ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ചില സിമിലാരിറ്റീസ് ഇങ്ങനെ ക്യാരക്ടേഴ്സിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാന്നുള്ളതിനൊക്കെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കുട്ടേട്ടൻ. അല്ലെങ്കിൽ മുമ്പ് നമ്മൾ തിലകച്ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഒരു പള്ളിയിൽ വെച്ച് നിന്ന് അടുത്ത പള്ളിയിൽ വെച്ച് കാണുമ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് അടുത്ത പോലീസ് ഓഫീസർ കാണുമ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തമായിട്ടാണ് അവർ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊണ്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് അതുപോലെ തന്നെയാണ് കുട്ടേട്ടൻ്റെ കാര്യത്തിലും. കുട്ടേട്ടൻ അങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ട് കുട്ടേട്ടൻ ഞാനിപ്പോൾ എപ്പോഴും അത്ഭുതപ്പെടുന്നത്, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്തിട്ടും ഒരു സിനിമയ്ക്ക് സെറ്റ് രാവിലെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് തൻ്റെ സീനോടും ആ ക്യാരക്ടറിനോടും ഒക്കെയുള്ള കൗതുകവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഭയങ്കര വലുതാണ്. അതിൻ്റെ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി പിടിവാശിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയധികം ആർക്കുകയും ശ്രമിക്കുകയും അതിന് ചിന്തിക്കുകയും ചെയ്യുന്നൊരു ആക്ടർ എന്നതിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണുള്ളത്. അത് ഏതൊരു ആക്ടർക്ക് മാതൃകയാക്കാവുന്ന സീനിയർ നടന്മാരിലൊരാളാണ് അദ്ദേഹം. എവിടെയെങ്കിലും 500 എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിന്റെ ടച്ച് വന്നതായി നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? വിജയരാഘവൻ ചേട്ടൻ പറഞ്ഞായിരുന്നു, ദിലീഷ് ചേട്ടൻ്റെയും ഷാജോൺ ചേട്ടൻ്റെയും കഥാപാത്രം കണ്ടപ്പോൾ എനിക്കത് ചെയ്യാൻ തോന്നി, അസൂയ തോന്നിയിട്ടുണ്ടെന്ന്. അപ്പോൾ 3 മക്കളെ അത്രയധികം സംരക്ഷിക്കുന്നതിനെ കുറിച്ച് കർക്കശക്കാരനായിട്ടുള്ള ഔസേപ്പ് എവിടെയെങ്കിലും 500 എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിൽ നമുക്ക് ഓർമ്മ വന്ന പോലെ തോന്നി. അങ്ങനെ എവിടെയെങ്കിലും അങ്ങനെ തോന്നിയൊന്നുമില്ല. അങ്ങനെ ഒരു ഇതിനപ്പുറത്തേക്ക് ഇപ്പം കുട്ടേട്ടൻ പറഞ്ഞ ആ പോയിന്റ് വളരെ ചിലപ്പം കറക്റ്റായിരിക്കും. ഇപ്പം എൻ്റെ ക്യാരക്ടറായാലും ഷാജോൻ്റെ ക്യാരക്ടറും ഏതൊരു ആക്ടറും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളിലൊന്നാണ്. കാരണം അത്രയധികം മാനസികാവസ്ഥകളിലൂടെയും വേരിയേഷൻസിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല. അത്ര നമുക്കിപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഓരോ സിറ്റുവേഷനെ മികച്ച സിറ്റുവേഷൻസ് നമുക്ക് കിട്ടണം. ഈ ക്യാരക്ടർ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അയാൾക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മികച്ച സിറ്റുവേഷൻസ് ഈ ക്യാരക്ടറിന് നേരിടേണ്ടി വരുമ്പോഴാണ് നമുക്കത് സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെയും ഷാജോൻ്റെയൊക്കെ ക്യാരക്ടർ തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഒരുപാട് സമ്പന്നമാണ്. ക്യാരക്ടർ റിലേറ്റീവിൻ്റെ കാര്യത്തിൽ ഒരുപാട് സമ്പന്നമാണ്. അത് മാക്സിമം നന്നാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പടം കാണുമ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഡയറക്ടർ സർ, ഔസേപ്പിന്റെ ഒസ്യത്ത് എന്നുള്ള സിനിമയിലെ ഔസേപ്പ് എന്ന ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത് വിജയരാഘവൻ സാറാണ്. എന്തുകൊണ്ടാണ് വിജയരാഘവൻ സാറ് ഈ പ്രസ് മീറ്റിന് വരാതിരുന്നത്? ഈ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിനായാലും ഈ സിനിമ ഏറ്റവും കൂടുതൽ വിശേഷപ്പെട്ടിരിക്കുന്നത് കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം വിജയരാഘവൻ സാറ് ചെയ്യുന്ന ഒരു മികച്ച കഥാപാത്രം എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ്
ഈ ഒരു ഔസേപ്പ് എന്നുള്ള കഥാപാത്രമായിട്ട് വിജയരാഘവൻ സാറിനെ ചൂസ് ചെയ്തത്? ഈ ഔസേപ്പിന്റെ ക്യാരക്ടർ ഒരു ക്യാരക്ടർ ആർക്കുണ്ട്, ഇമോഷണൽ ആർക്കുണ്ട്. അത് ആ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പുള്ളിയുടെ മാനറിസവും അതെല്ലാം അതിന് ആപ്റ്റാണെന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ തന്നെ അതിനകത്ത് ഫിക്സ് ചെയ്ത. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു കഥാപാത്രം ലഭിക്കുന്നത്, അതും ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ. ഷാജോൺ ചേട്ടനാണെങ്കിലും വിജയരാഘവൻ ചേട്ടനാണെങ്കിലും ദിലീഷ് ചേട്ടനൊക്കെ ആണെങ്കിലും. എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമ ഔസേപ്പിന്റെ ഒസ്യത്ത് ഒരു ബ്രേക്ക് നൽകുമെന്ന് ഉറപ്പായിട്ടും തോന്നുന്നുണ്ടോ? നല്ലൊരു ക്യാരക്ടറായിരുന്നു, ഇവരുടെ ഒരു ഇളയ അനിയനായിട്ടാണ് അഭിനയിച്ചത്. എന്ത് തോന്നുന്നു? താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഞാൻ കാത്തിരിക്കുകയാണ് നല്ലൊരു ക്യാരക്ടറിനായിട്ട്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്താൽ പോലും ചിലപ്പോൾ ആരും അറിയണമെന്ന് പോലും ആരും കാണുന്ന പോലും ഇല്ല. അപ്പോൾ നല്ല ആർട്ടിസ്റ്റുകളുള്ള സിനിമകൾ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ എന്നെ ശരത്തി ക്യാരക്ടർ വരാൻ വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ദിലീഷ് ചേട്ടൻ ഷാജോൺ ചേട്ടൻ അനിയനായിട്ട് കുട്ടിയേട്ടൻ്റെ മകനായിട്ട്. എനിക്ക് അപ്പോൾ തന്നെ കിളി പോയി. കാരണം ഏതൊരു ആർട്ടിസ്റ്റിൻ്റെയും സ്വപ്നമാണ്, കാരണം ഇത്രയും എസ്റ്റാബ്ലിഷ് ആൾക്കാരോട് അഭിനയിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഈ പടത്തിന് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഫസലാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഗംഭീര സ്ക്രിപ്റ്റാണ്, പടം കണ്ടാണോ എല്ലാവർക്കും അറിയാം. ഗംഭീര സ്ക്രിപ്റ്റാണ്, എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഡെപ്തുള്ള സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് ആസ് എൻ ആർട്ടിസ്റ്റ് എൻ്റെ ഒരു ഭാഗ്യം, എൻ്റെ സ്വപ്നമായിരുന്നു, എൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം നമ്മൾ ഇവിടെ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ ദിലീഷ് ചേട്ടനാണെങ്കിലും ഷാജോട്ടാണെങ്കിലും കുട്ടിയേട്ടനൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് പറഞ്ഞു തരും. അവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റാണ്. ആർക്കും ഒരു ഈഗോയോ ഒന്നുമില്ല. സിനിമ വന്നാണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സമയത്തും കുട്ടിയേട്ടനൊക്കെ എനിക്ക് ഒരു 2 മണിക്കൂർ ക്ലാസ് എടുത്തുന്നുണ്ട് പുള്ളി അഭിനയത്തെക്കുറിച്ച്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലേക്ക് ഒരു വർഷം എടുക്കും അത്രയും പഠിക്കും. അത്രയും പുള്ളി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ബന്ധം ഫോം ചെയ്താൽ പുള്ളി ശരിക്കും ഇത്രയും പറഞ്ഞിരുന്നു നമുക്ക്. അപ്പോൾ അതൊക്കെ ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ പോത്തേട്ടൻ ദിലീഷേട്ടൻ പടം കണ്ടിട്ട് ഞാൻ കൊള്ളാമെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ ഒരു സിനിമയിൽ ഞാൻ മോശമാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ തലവെക്കാൻ പറ്റില്ല. അപ്പോൾ അത് പോത്തേട്ടൻ നന്നായി പറയുമ്പോൾ എനിക്ക് വളരെ ഹാപ്പിയാണ്. എല്ലാവരും സിനിമയുടെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ബ്രേക്കായി മാറട്ടെ. എല്ലാവർക്കും വേണ്ട നല്ല സിനിമകളാണ്. അപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലീഡ് ചെയ്യാനൊന്നുമല്ല ആർക്കും ആഗ്രഹമുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ സ്റ്റിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു വളരെ വലിയ ഭാഗ്യമായിരുന്നു. അതിന് ഞാൻ ശരത്തിനോടും മൈബൂ ഫിലിംസിനോടും എഡിയോടും നന്ദി പറയുന്നു. അപ്പോൾ ഫസലിനോടും നന്ദി പറയുന്നു. ഭയങ്കര തമാശയും ചിരിയും കളിയൊക്കെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവർ എണീറ്റ് പോകുമ്പോൾ ഇവർ വേറെ ആളുകളുടെ പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനോട് എനിക്ക് വലിയ ആ സമയത്ത് എനിക്ക് വലിയ ആക്ടിംഗ് ഒന്നുമില്ല ആ സീക്വൻസിലൊന്നും. ഞാൻ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരിക്കും. ഇവരവിടെ പോയിട്ട് വന്ന അഭിനയം ഉണ്ടാവും പോയിട്ട്. അപ്പോൾ ഇവർ നമുക്കൊന്നും വിട്ടു തരുന്നില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ പഠിച്ചൊരു കാര്യം, ഇവർ അവരുടെ ക്യാരക്ടറിന് പുറത്ത് പോകാതെ എപ്പോഴും നോക്കാറുണ്ട്. അപ്പോൾ തന്നെ ഷാജനാണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ക്യാരക്ടറിൻ്റെ ആ ഒരു ബാലൻസിന് പുറത്ത് പോകാതെ സംസാരിക്കുന്നത്. ഒരുപാട് തമാശ പറയുന്നത് അങ്ങനെയല്ല. ക്യാരക്ടർ നിന്നുകൊണ്ട് എപ്പോഴും അവർ പിടിച്ചു നിൽക്കും. പിന്നെ ഇവർ സിനിമയെക്കുറിച്ച് എപ്പോഴും അവെയറാണ്. അതായത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറും എനിക്ക് പോത്തേട്ടൻ പല സജഷൻസ് തരും, ശരത്തിന് തരും. പോത്തേട്ടൻ ചെറിയ ചെറിയ ട്രിക്സ് നമുക്ക് തരും. അതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം പുള്ളി ഡയറക്ടറാണ്, പുള്ളിക്ക് വേറെ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. പുള്ളി ഒരു ആക്ടർ രണ്ടുമാണ്. അപ്പോൾ നീ ഇങ്ങനെ ചെയ്യടാ, നീ അങ്ങനെ ചെയ്യടാ എന്നൊക്കെ അവർ ചെയ്യുമ്പോൾ കൊള്ളായിരുന്നു പറയുന്നത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആസ് എൻ ആക്ടർ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്യാരക്ടറും നമ്മളെ പെർസ്പെക്റ്റീവിൽ മാത്രമാണ്, ഡയറക്ടർ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് പോകുന്നത്. അപ്പോൾ കോ ആക്ടേഴ്സും കൂടെ നമുക്ക് ഇൻപുട്ട്സ് തരുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് ശരിക്കും എൻ്റെ ഒരു ഭാഗ്യമായി കാണുന്നത് ഞാൻ. ഷാജൻ ചേട്ടാ, ഓക്കെ ചേട്ടാ, മൈ ബോസ് എന്നുള്ള ജിത്തു ജോസഫിന്റെ സിനിമ ചേട്ടന്റെ കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. അതിനുശേഷം ദൃശ്യം എന്നുള്ള സിനിമയും ചേട്ടന് ജിത്തു ജോസഫ് സാർ തരുന്നു. ചേട്ടനൊരു കരിയറിന്റെ ഒരു പീക്ക് ടൈമിലേക്ക് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെയും ഒരു ഡൗൺ വന്നായിരുന്നു. പക്ഷെ പിന്നെയും ഇപ്പോ റൊമാൻസ്, ഔസേപ്പിന്റെ ഒസ്യത്ത് പോലുള്ള സിനിമകളുടെ വീണ്ടും ബാക്ക് ടു ട്രാക്ക് എന്നുള്ള രീതിയിലോട്ട് ഷാജോൺ ചേട്ടൻ വരികയാണ്. അപ്പൊ കരിയറിൽ ഈ അപ്സ് ആൻഡ് ഡൗൺസിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? വളരെ നല്ല രീതിയിൽ തന്നെ നോക്കിക്കാണുന്നത്. അങ്ങനെ വേണമല്ലോ. നമുക്ക് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിനും അങ്ങനെ ഒരേപോലെ എപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇതെല്ലാ സിനിമകളും നമ്മൾ എഴുതി നമ്മൾ ഡയറക്റ്റ് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്യുന്നതല്ലല്ലോ. ഇത് ഓരോരോ ഡയറക്ടേഴ്സും ഓരോരോ റൈറ്റേഴ്സും അവർ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു, അതിലേക്ക് അവർ നമ്മളെ ചൂസ് ചെയ്യണം അല്ലേ. എനിക്കിപ്പം ഇവിടെ ഹിറ്റാവുന്ന എല്ലാ സിനിമയിലും അഭിനയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെ എല്ലാ സിനിമയ്ക്കും നമ്മളെ ഉൾപ്പെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് എല്ലാ സിനിമയും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വരുന്ന സിനിമകളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ആ സിനിമകളെ നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാ സിനിമകളും ചിലപ്പം വിജയിച്ചെന്ന് വരില്ല. അപ്പം വിജയിക്കാതെ വരുമ്പോൾ ഡൗൺ വരും, വിജയിക്കുമ്പോൾ അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. നല്ല ഡയറക്ടേഴ്സിൻ്റെയും നല്ല റൈറ്റേഴ്സിൻ്റെയും നല്ല പ്രൊഡ്യൂസേഴ്സിൻ്റെയും സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് വലിയ ഭാഗ്യം അല്ലേ. അപ്പോൾ അതൊന്നും ഒരു ആക്ടറുടെ മാത്രം കാര്യമല്ല. ഈ അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് ഒരു ആക്ടറുടെ മാത്രം കയ്യിലിരിപ്പുകൊണ്ട് വരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രം കുഴപ്പമല്ല. അത് നല്ല സിനിമകളിൽ അദ്ദേഹം ഭാഗമാകുമ്പോൾ അദ്ദേഹത്തിന് നല്ല
സിനിമകൾ വരും, അത് മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ എല്ലാവർക്കും ഉണ്ടാകും കേട്ടോ, റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും എല്ലാം അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും നമുക്ക് മാത്രം എല്ലാവർക്കും വരുന്നതാണ്. ഡൗൺസ് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിച്ച് ഇനി ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്പോൾ വരും. അങ്ങനെയാണല്ലോ ലൈഫ് എന്ന് പറയുന്നത്, അങ്ങനെയാണല്ലോ. നല്ല രീതിയിൽ തന്നെ നോക്കുകയാണ്, അത്രേ ഉള്ളൂ. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായിട്ടുള്ള ജിത്തു ജോസഫ് സാറിന് ഷാജോൺ ചേട്ടന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ചേട്ടന് തോന്നിയിട്ടുണ്ടോ? എന്താണ് ഈ ഇഷ്ടത്തിന് കാരണം? അങ്ങനെ പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും എന്നെ വിളിക്കണമല്ലോ. ദൃശ്യം കഴിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാനും അതിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോഴേ അദ്ദേഹം വിളിക്കുള്ളൂ. ഞാൻ ജിത്തു ജോസഫ് എന്നൊരു ഫിലിം മേക്കറെ മനസ്സിലാക്കിയിട്ടുള്ളത് ആവശ്യമില്ലാതെ ഒന്ന് ഫോൺ ചെയ്യുന്നതോ ആവശ്യമില്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് പോയിട്ട് സംസാരിക്കുന്നതോ അദ്ദേഹത്തെ പോയി കാണുന്നതോ ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് അദ്ദേഹം. അത് എനിക്കിപ്പോഴല്ല, പണ്ട് മുതൽ അറിയാവുന്ന. മൈബോസ് കഴിഞ്ഞ് മൈബോസിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷവും നമ്മൾ ഈ സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ മറന്നു പോകും. ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചൊന്ന് സംസാരിച്ചേക്കണം, എന്നാലേ വേഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മൈബോസ് കഴിഞ്ഞ് അടുപ്പിച്ച് വിളിച്ചപ്പം ജിത്തു തന്നെ എന്നോട് പറഞ്ഞു, ഷാജോനെ ഇങ്ങനെ അടുപ്പിച്ച് വിളിക്കണമെന്നൊന്നുമില്ല കേട്ടോ, എൻ്റെ സിനിമയിൽ ഷാജോണിന് പറ്റുന്നൊരു വേഷം ഉണ്ടെങ്കിൽ ഞാൻ ഷാജോണിനെ വിളിച്ചിരിക്കും. അത് ഷാജോൻ എന്നെ വിളിച്ചാലും ശരി, വിളിച്ചില്ലെങ്കിലും ശരി. അപ്പം നമുക്ക് ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാകും. മനസ്സിലല്ലേ? അപ്പം അതിനുശേഷമാണ് ഞാൻ പോലും ആഗ്രഹിക്കുക അദ്ദേഹം എന്നെ ദൃശ്യത്തിലോട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പം ദൃശ്യം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും എന്നെ വിളിച്ചിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഷാജോണിന് പറ്റുന്ന ക്യാരക്ടർ വരുമ്പോൾ ഞാൻ ഷാജോണിനെ തന്നെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒരു പ്രത്യേക ഇഷ്ടത്തിൻ്റെ പുറത്തല്ല വരുന്നത്. ഇത് നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ, പ്രത്യേകിച്ച് ജിത്തു ജോസഫിനെ പോലെ, അല്ലെങ്കിൽ പോത്തിനെ എടുത്തിക്കൊണ്ട് പറയല്ല, പോത്തനെ പോലെ ഞാൻ പോത്തോണ്ട് പറഞ്ഞിട്ടുണ്ട്, പോത്ത ഞാനൊരു അവസരം ചോദിച്ചുകൊണ്ട് പോത്തൻ്റെ സിനിമയിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നെങ്കിലും എൻ്റെ ഷെയ്ഡുള്ളൊരു ക്യാരക്ടർ വരുമ്പോൾ എന്നെ തന്നെ വിളിക്കണം കേട്ടോ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എപ്പോഴും ഞാൻ പോത്തനെ കാണുമ്പോൾ സുഖമാണോ, എന്നാണ് വിശേഷം എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അടുത്ത പടത്തിൽ ഷാജോൺ നായകൻ കേട്ടോ, ഒരിക്കലും പോത്തൻ അങ്ങനെ തീരുമാനിക്കില്ല. അവരുടെ സിനിമകൾ നമുക്ക് പറ്റുന്നൊരു ക്യാരക്ടർ വന്നാൽ നമുക്ക് ഷാജോണിനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ ഇവരെ പോലുള്ള പോത്തനെ പോലെ ജിത്തു ജോസഫ് അതുപോലുള്ള കഴിവുകൾ തെളിയിച്ച് ഇപ്പോഴും നല്ല നല്ല സിനിമകൾ തന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സിൻ്റെയും റൈറ്റേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയും ശ്രദ്ധയിൽപ്പെടത്തക്ക രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അത്രേ ഉള്ളൂ. ദിലീഷ് മൈക്ക് എന്തോ എടുത്തില്ല, എന്തോ പറയാനായിരുന്നല്ലോ. എന്തോ പറയാൻ മൈക്ക് എടുത്തായിരുന്നു. പോത്തൻചേട്ട ഒരു ചോദ്യം, മലയാള സിനിമയിൽ ഇപ്പോൾ ഉള്ള സംവിധായകരിൽ ഏറ്റവും നല്ല ഫിലിം എസ്തെറ്റിക്സ് ഉള്ള ഒരു സംവിധായകനായിട്ട് ദിലീഷ് പോത്തനെ തോന്നിയിട്ടുണ്ട് പേഴ്സണലി. കാരണം എടുക്കുന്ന ഓരോ സിനിമകളാണ്, എണ്ണം പറഞ്ഞ സിനിമകൾ എന്ന് പറയുന്നത് പോലെ. അത് ചൂസ് ചെയ്താണ് എടുക്കുന്നത്, അല്ലാതെയാണോ എന്നൊന്നും അറിയില്ല. പോത്തേട്ടൻ ബ്രില്യൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഭയങ്കര വൈറലാണ്. ഏത് സിനിമ ഇറങ്ങുമ്പോഴും എന്തെങ്കിലും പോത്തേട്ടൻ ബ്രില്യൻസ് അതിലുണ്ടാകും എന്നുള്ളൊരു ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. ശരിക്കും അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ ആ പോത്തേട്ടൻ ബ്രില്യൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് മറ്റൊരു സംവിധായകന്റെ സിനിമയിൽ വരുമ്പോൾ? ഫോർ എക്സാമ്പിൾ ഔസേപ്പിന്റെ ഇത് ശരത്തിന്റെ ബ്രില്യൻസ് ആണ് ഉറപ്പായിട്ട്. നമ്മളൊരു സംവിധായകനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത്, ഞാനിപ്പം സിനിമയിൽ ഡയറക്ടറായിട്ടും ആക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും ഒക്കെ പല രീതിയിൽ വർക്ക് ചെയ്യലുണ്ട്. അപ്പം നമ്മൾ ഓരോ രീതിയിലും ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പം ഓരോ രീതിയിലാണ് കേൾക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് കൺസീവ് ചെയ്യാറ്. ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഥ കേൾക്കുന്നവരല്ല ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കഥ കേൾക്കുന്നത്, അതുപോലെയല്ല ഞാനൊരു ആക്ട് ചെയ്യാൻ വേണ്ടി ഒരു കഥ കേൾക്കുന്നത്. അപ്പം നമ്മൾ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു കഥ കേൾക്കുമ്പോഴത്തേക്കും അതിൻ്റെ സാധ്യതകൾ വേറെയാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്നാണ് ഞാനതിന്, കാരണം നമ്മൾ ഒരു പെർഫോമൻസിനെ ജഡ്ജ് ചെയ്യേണ്ട ആളാണ് സംവിധായകൻ. നമ്മൾ അയാളെ വിശ്വസിക്കുക എന്നുള്ളത് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ശരത് തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഒരു പെർഫോമൻസ് നല്ലതാണോ മോശമാണോ എന്ന് പറയുന്നത് ശരത്താണ്. ശരത്തിനോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, ഞാൻ മോണിറ്ററിൽ പോയിട്ടൊരു റീടേക്ക് പോലും അല്ലെങ്കിൽ പ്ലേ ബാക്ക് പോലും അങ്ങനെ കാണാറില്ല. വലിയ മണ്ടത്തരങ്ങൾ എന്തോ കാണിച്ചോന്ന് എനിക്കൊരു സംശയം തോന്നിയാൽ മാത്രം ഞാനൊന്ന് പോയി ചെക്ക് ചെയ്യും എന്നുള്ളതല്ലാതെ ഞാൻ ഒരു ഈ പടത്തിൻ്റെ മൊത്തം ഷൂട്ടിനിടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം ചിലപ്പോൾ ഞാൻ മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഒന്ന് പ്ലേ ബാക്ക് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം എനിക്കത് എൻ്റെ ഒരു പെർഫോമൻസ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു പെർഫോമൻസ് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ എനിക്ക് കോൺഫിഡൻസ് ചോരുകയോ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാക്സിമം കാണാതിരിക്കാനാണ് ശ്രമിക്കുക. ശരത്ത് നല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അതേപോലെ ചെയ്യും. കുറച്ചും കൂടെ കയറ്റാൻ പറഞ്ഞാൽ കയറ്റും, കുറച്ചും കൂടെ ഇറക്കാൻ പറഞ്ഞാൽ ഇറക്കും. അങ്ങനെ അഭിനയിക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ഫിലിം എസ്തെറ്റിക്സിനെ പറ്റിയാണ്. ആ ഫിലിം എസ്തെറ്റിക്സ് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തടുപ്പുള്ള ചോദിക്കില്ല. അല്ല, അത് എനിക്കറിയില്ല. ഇപ്പം
ഇത് സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകനാണ്. ഞാനിപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് ഉണ്ടാകുന്നത്. നിനക്കുണ്ടാക്കിയ അനുഭവം ആയിരിക്കില്ല മറ്റൊരാൾക്കുണ്ടാകുന്നത്. അത് സിനിമ അങ്ങനെയാണ് ഓരോ പ്രേക്ഷകനിലും പ്രവർത്തിക്കുന്നത്. അത് തന്നെയാണ് അത് കലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അത് നിനക്ക് എസ്തറ്റിക്കലി ഓക്കെ എന്ന് തോന്നും, ചിലപ്പോൾ വേറെ ആൾക്കത് ഓക്കെ ആയിട്ട് തോന്നണമെന്നില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പം അത് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ കാലങ്ങളായിട്ട് എനിക്ക് സിനിമ കണ്ടിട്ടുള്ള പരിചയത്തിൽ നിന്ന്, എനിക്ക് ഈ സൊസൈറ്റിയിൽ ഇടപെട്ടിട്ടുള്ള പരിചയത്തിൽ നിന്ന്, എനിക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ ലോകത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളതാണത്. അത് ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്, അല്ലാണ്ട് അതിനൊരു പ്രത്യേക ടെക്നിക്കൊന്നുമില്ല. അല്ല, കാരണം പെർട്ടിക്കുലറായിട്ട് ചോദിക്കാൻ കാരണം ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്നുള്ളൊരു സിനിമ, ആ സിനിമ വേറൊരു സംവിധായകൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഓഫ് ബീറ്റ് കാറ്റഗറിയിലേക്ക് പോയാനെ എന്ന് തോന്നി. പക്ഷെ ആ സിനിമയും കൊമേഴ്ഷ്യലി ഹിറ്റാക്കാനുള്ള ഒരു ചേരുവ ദിലീഷ് പോത്തന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ തലയിലുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ആ ചേരുവ തുറന്ന് പറയുന്നതിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ചേരുവ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാനെടുത്ത് അലക്കില്ലായിരുന്നു. ഇത്രയും കാലമൊക്കെ നോക്കിയിരിക്കുക, വരുന്ന എല്ലാ സാധനവും എടുത്ത് ആ ചേരുവ കൂട്ടി അങ്ങ് കൊടുക്കുമല്ലേ ഉള്ളൂ. ആ ചേരുവ ഞാൻ എന്തായാലും എന്തെങ്കിലും അങ്ങനെ അങ്ങനെ ചെയ്യാമല്ലോ, ചെയ്തിട്ട് ഇങ്ങനെ ഫ്രാഞ്ചൈസി പോലെ കൊടുത്ത് എന്തെല്ലാം പരിപാടി ഞാൻ നടത്തിയാലേ സാധിക്കില്ല. പ്രൊഡ്യൂസർ സാറിന്റെ ആദ്യത്തെ സിനിമയാണ് ഔസേപ്പിന്റെ വസിയത്ത്. സാറ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള നിലയിൽ ഒരുപാട് കഥകൾ കേട്ട ശേഷം അതിലേറ്റവും നല്ലൊരു കഥ പിക്ക് ചെയ്തതാണോ? എങ്ങനെയാണ് ഔസേപ്പിന്റെ വസിയത്തിലേക്ക് എത്തുന്നത്? ആക്ച്വലി ശരത് ഞാൻ ഒന്നിച്ച് ജോലി ചെയ്തിട്ട് 2-3 ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അതിൻ്റെ റെസ്പോൺസസ് നല്ലതായിരുന്നു. പിന്നെ ശരത് ഫസ്റ്റിലും ഈ കഥ എന്നോട് പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഒരു ചെറുപ്പത്തിലെ ഈ ഫിലിമിനോടൊരു കമ്പം ഉള്ളതുകൊണ്ട് എപ്പോഴെങ്കിലും സമയമുള്ളപ്പം ഫിനാൻഷ്യലി അതിന് പറ്റും എന്ന് തോന്നിയപ്പോൾ അതിലോട്ടൊന്ന് ചാടിയതാണ്. പിന്നെ ഇപ്പം പല പടങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നു. അത് എന്നോട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങളെ കൊണ്ട് തീർക്കാൻ പറ്റുമോ, ഡു യു ഹാവ് ദ ഫിനാൻസസ് ടു കംപ്ലീറ്റ് ദിസ് ഫിലിം. അതിന് പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. ഒരു നല്ല പടം ഇറക്കാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അന്നുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ആൻഡ് ത്രൂ ഷാജൻ ചേട്ടാ, അതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷനിലൊക്കെ പുതുതായിട്ട് വരുന്ന ഓരോ പ്രൊഡ്യൂസേഴ്സിനും അല്ലെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം, അവർക്കൊരു ഗൈഡ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റിൽ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു, എനിക്കൊരാൾ ഇങ്ങനെ ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ അത്രയും പൈസ പോകില്ലായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പുതുതായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സിനെ ഒരു അസോസിയേഷൻ നല്ല ഇങ്ങനെ ഗൈഡ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ പലയിടത്തും ഫണ്ടുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തത് നഷ്ടപ്പെട്ടു പോയി, പലരും പറ്റിക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്നിങ്ങനെ പലരും പരാതികൾ കേൾക്കുന്നുണ്ട്. അപ്പം ഒരു അസോസിയേഷൻ നിലയിൽ ഇങ്ങനെ ഗൈഡ് ചെയ്ത് കൊടുക്കേണ്ടതല്ലേ വിശ്വസിക്കുന്നുണ്ടല്ലേ? അല്ല, അത് എത്രത്തോളം ഒരു അസോസിയേഷന് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഒന്നാമത്തെ കാര്യം, ഞാനൊരു ആ ഏരിയയിലിട്ട് കൂടുതൽ അങ്ങനെ അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, പുതിയ ആളുകളുമുണ്ട്. സീനിയേഴ്സ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്ന സിനിമകളിലും നഷ്ടം വരുന്നുണ്ട്. പുതിയതായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്ന സിനിമകൾ വൻ ഹിറ്റുകളാണെന്നുണ്ട്. അപ്പം ഇതിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എനിക്കത് ഇപ്പോഴും ഞാൻ പറയുന്നു, അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ അറിവ് എനിക്കില്ല. എനിക്ക് തോന്നുന്നത് ഓരോ പ്രൊഡ്യൂസേഴ്സും വരുമ്പോൾ അവരവർ ചെയ്യുന്ന ആ സിനിമ, അതിനൊരു ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റ് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ ബഡ്ജറ്റ് മുടക്കി കഴിഞ്ഞാൽ നമുക്കിത് വയബിൾ ആവുമോ, നമുക്കിത് വർക്ക് ആവുമോ എന്ന് തീരുമാനമെടുക്കുന്നത് ഓരോ പ്രൊഡ്യൂസേഴ്സും തന്നെയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ തീരുമാനമെടുത്ത് നന്നായിട്ട് അതിനെപ്പറ്റി പഠിച്ച്, അതിൻ്റെ മാർക്കറ്റിങ്ങിനെ പറ്റിയൊക്കെ പഠിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു രൂപരേഖ തയ്യാറാക്കി വന്നു കഴിഞ്ഞാൽ വലിയ നഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. പിന്നെ ഈ സിനിമ വിജയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ പഠിപ്പിച്ചിട്ടോ ഒന്നും അല്ലല്ലോ. പുറത്തു മുമ്പേ പറഞ്ഞ പോലെയാണ്, അതിനിങ്ങനെ കൃത്യമായിട്ടുള്ളൊരു അജണ്ടയോ കാര്യങ്ങളോ റൂട്ടോ ഒന്നുമില്ല. ഇതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോട്ടറി എടുക്കുന്ന പോലെയാണ്, ഇത് അടിച്ചാൽ അടിച്ചു എന്ന് പറയാം.
പിന്നെ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കുന്ന ഇന്ന രീതിയിലൊക്കെ നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഒരു അവയർനെസ് കൊടുക്കുന്ന എന്തുകൊണ്ടും നല്ലതാണ്. അതിപ്പോഴും തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ ഇന്ന സിനിമ ചെയ്തപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്തുനിന്ന കാര്യം ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുകയായിരുന്നു, ഈ ഒരു പരിപാടി നമുക്ക് വർക്കായില്ലല്ലോ ഇതിൽ നമ്മൾ കൃത്യമായിട്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ കൃത്യമായിട്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുത്തതാണ്, പക്ഷേ നമ്മൾ വിചാരിച്ച രീതിയിൽ അവരത് വർക്ക് ചെയ്ത് നമുക്ക് തന്നില്ല. അപ്പം നെക്സ്റ്റ് പടം ഇദ്ദേഹം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇന്നയാളെ വെക്കരുത് എന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുതിയ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും പറയും ഇന്ന ആൾക്ക് ഇന്ന വർക്ക് കൊടുക്കരുത്, കാര്യം അദ്ദേഹം നിങ്ങൾ വിചാരിക്കുന്ന പോലെ വർക്ക് ചെയ്ത് തരില്ല കേട്ടോ എന്ന് ഓപ്പണായിട്ട് പറയും. അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും പ്രൊഡ്യൂസർ അസോസിയേഷന് പുതിയതായിട്ട് വരുന്നവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദിലീഷേട്ടാ, ഇപ്പം നടക്കുന്ന ചർച്ചകളിൽ നിന്ന് സിനിമകളിലുള്ള വയലൻസുകൾ ഇപ്പൊ പലരും പറഞ്ഞത് ഇനിയുള്ള സിനിമകളിൽ വയലൻസുകൾ കുറച്ചേ ചെയ്യത്തുള്ളൂ എന്നുള്ളത്. പക്ഷെ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ കൊടുക്കുന്ന മെസ്സേജ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നടന്നൊരു കൊലപാതകത്തിനകത്ത് ആ ഒരു കുട്ടി പറയുന്നതിനകത്ത് എനിക്ക് ക്ലിക്കായ ഒരു സാഹചര്യം വെച്ചാൽ കൂട്ടത്തിൽ നടന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കൊലപാതകമായിട്ട് കൂട്ടത്തില്ല. അത്രത്തോളം അവരങ്ങനെ ഗ്രാസ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം സിനിമകൾ ഇത്രത്തോളം നമ്മൾ തെറ്റായിട്ട് ഒരു സിനിമ എന്നൊരു കലാരൂപമാണ്, അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് തെറ്റായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പല സിനിമകളിൽ നിന്നും. അങ്ങനെ അതിന് രണ്ട് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യത്തിൽ അയാൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമ ചെയ്യാൻ പറ്റുമ്പോഴാണ് പുതിയ ചിന്തകളും ഇപ്പം ഒക്കെ ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചും വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഫിലിം മേക്കർ എന്ന് പറയുന്ന ആൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളും അത് ഈ സമൂഹത്തോടും അയാളുടെ ചുറ്റുപാടുകളോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുമാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ളൊരു ലൈനിലൂടെയാണ് ഓരോ ഫിലിം മേക്കറും സഞ്ചരിക്കുന്നത്. ഇപ്പം സ്വാധീനിക്കാൻ ഇപ്പം നമുക്കത് കൃത്യം പറയാൻ പറ്റില്ല, എനിക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. അപ്പം സിനിമകൾ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമകൾ എന്നെ ഒരു സിനിമയായിട്ടല്ലാതെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല എന്നെ. ഞാനൊരു സിനിമയും കണ്ടിട്ട് നന്നായിട്ടുമില്ല, ഒരു സിനിമയും കണ്ടിട്ട് ഞാൻ മോശമായിട്ടില്ല പേഴ്സണലി. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഞാൻ ചെറുപ്പം പോലെ സിനിമ കാണുന്ന ആളാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഒരു സിനിമ കണ്ടെന്ന് കരുതി സിനിമയാണെന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സിനിമയെ കാണുന്നതിനെ അങ്ങനെ എടുത്ത് തലയെ വെക്കുന്ന ആളല്ല ഞാൻ. ഇത് പേഴ്സണലിയാണ് ഞാൻ പറയുന്നത്. ഇതിപ്പം മൊത്തത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ആ ബോധ്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ സെൻസർ നിയമങ്ങളെയൊക്കെ കുറച്ചും കൂടെ കൃത്യത പറയുക. നമുക്കിതെല്ലാം ഉണ്ട്, പക്ഷേ ഇത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പം കുട്ടികൾ കാണേണ്ട സിനിമകൾ കുട്ടികളെ കാണിക്കുക, കുട്ടികൾ കാണേണ്ടാത്ത സിനിമകൾ കുട്ടികളെ കാണിക്കാതിരിക്കുക, അത് ഓരോരുത്തരുടെയും അത് പേരൻസിൻ്റെ അടക്കം ഉത്തരവാദിത്വമാണ്. ഇത് അഡൽട്സ് മാത്രം കാണേണ്ട ഒരു സിനിമയാണെന്ന് പരസ്യം ചെയ്യുകയും പേരൻസ് തന്നെ കുട്ടികളെ കൊണ്ട് അതിലേക്ക് കാണിക്കാൻ പോവുകയും ചെയ്തിട്ട് സിനിമയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ നടക്കുന്ന പല കാര്യങ്ങളും സിനിമയ്ക്കാണ് കുറ്റം പറയുന്നത്. സിനിമയാണ് എല്ലാത്തിനും. ഇപ്പൊ പാർട്ടിക്കാർ പറയുന്നത് സിനിമകളാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ തന്നെ ലഹരിയുടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം, സിനിമ എന്തെല്ലാം നല്ല മെസ്സേജ് ചെയ്യുന്നു, ഈ സമൂഹമൊക്കെ എന്നാ നന്നാണ്ടതാണ്. പക്ഷെ എത്രയോ നല്ല സിനിമകൾ വരുന്നു. അപ്പൊ ഇപ്പൊ മോശം സാധനം സ്വാധീനിക്കുന്ന പോലെ തന്നെ നല്ലത് സ്വാധീനിക്കണ്ടേ? എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അത് ഭയങ്കര അങ്ങനെയായിട്ട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ സ്വാധീനിക്കണ്ടേ? നമുക്കിപ്പോൾ നല്ലൊരു നല്ലൊരു സന്ദേശമുള്ള സിനിമ ചെയ്താൽ തിയേറ്ററിൽ ആൾ പോലും ഇപ്പം വരത്തില്ല. അതാ അവസ്ഥ. ആളുകൾക്ക് ഇപ്പോൾ കൂടുതൽ നെഗറ്റീവ് കാണാനായിട്ടാണ് പോയി. ഇപ്പം സമൂഹത്തിൽ ഇപ്പോൾ കൂടുതൽ ലഹരിയുടെ ഉപയോഗം അവർ പറയുന്നത് സിനിമകളിൽ തന്നെ അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. സിനിമ കാണേണ്ട കാര്യമുണ്ടോ? ഇന്റർനെറ്റ് എന്ന് പറയുന്ന മാധ്യമം നമുക്ക് നിരോധിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്റർനെറ്റിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് ഉപയോഗിക്കേണ്ട രീതിയോ സാധനങ്ങളെ കുറിച്ച് ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ലാതെ ഉണ്ടോ? പറയുന്നവരോട് നമുക്ക് ചോദിക്കണം, അല്ലാതെ എനിക്കറിയില്ല. അല്ല, ഇന്റർനെറ്റ് നമുക്ക് എല്ലാവരുടെയും ഇവിടെ ഇരിക്കുന്ന ഇത്ര ആളുകളുടെ എല്ലാവരുടെയും ഫോണിൽ ഇന്റർനെറ്റ് അവൈലബിൾ ആണ്. ഇന്റർനെറ്റിൽ നോക്കിയാൽ ഈ ലോകത്ത് നമുക്ക് ഇന്ത്യ നിലയിൽ ലോകത്ത് എവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രഗിനെ ഏത് കാര്യത്തെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും. അത്ര ഇൻഫർമേഷൻ ഇപ്പൊ AI ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ അങ്ങനെ കിട്ടും. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ കലാരൂപത്തിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ എനിക്കത് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലായിട്ട്. സിനിമയുടെ കുഴപ്പമല്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നു. തന്നെയായിരിക്കും നായകനായിട്ട് വരിക.
അങ്ങനെ ഒരു കൃത്യമായുള്ള ധാരണയിലേക്ക് ഒന്നും എത്തിയില്ല. ഞാനൊരു 2 സബ്ജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വട്ടത്തുനിന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ എഴുത്തിൻ്റെ പരിപാടിയിലാണ്. അത് റൗണ്ടായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യും. അതിൽ കാസ്റ്റിംഗ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പായിട്ട്. അതെ, അടുത്ത 2 പടങ്ങളാണുള്ളത്. ഒന്ന് പ്രേമലു 2-ഉം കരാട്ടെ ചന്ദ്രനും. അത് രണ്ടും ഈ വർഷം ഷൂട്ടിംഗ് ആരംഭിക്കും. അതെ, പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറേ, ഈ മഹേഷിന്റെ പ്രതികാരം അതുപോലെ കിരീടം, ഈ 2 സിനിമയും ബട്ടർഫ്ലൈ എഫക്റ്റിനാണ് ആ മൂവി പാറ്റേൺ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോഴും മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ മരണം വീട്ടിൽ വരുന്ന ഫഹദ് ഫാസില് ചായ കുടിക്കണ്ടോന്ന് അവിടെ ആള് ചോദിക്കുകയും ചായ കുടിക്കുന്ന, അതുകൊണ്ട് പുള്ളി ചായ കുടിക്കാൻ നിൽക്കുന്നു, ചായ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു പോയെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡന്റേ നടക്കില്ലായിരുന്നു. ഇപ്പോഴും സിനിമ ചർച്ചകളുടെ ഇടയിൽ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ആ ഒരു ഇൻസിഡന്റ് കൊണ്ട് മാത്രമാണോ ആ സിനിമയുടെ മുന്നോട്ട് പോകാൻ പറ്റിയത്? അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ചായ കുടിച്ചു, അവിടെ ആ പ്രശ്നം ഉണ്ടായി, തൊട്ടടുത്തൊരു പ്രശ്നം ഉണ്ടായില്ലെങ്കിലും അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമോ? ഇല്ലല്ലോ. അല്ല, ആ ചായ കുടിക്കാൻ പുള്ളി പറയുകയാണ് റോബസ്റ്റ കൊള്ളാലോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ആ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ റോബസ്റ്റ കൊള്ളായിരുന്നെന്ന് പുള്ളി പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാവില്ലെന്നാണോ നീ പറയുന്നത്? അല്ല, അപ്പം അതെ, അത് തന്നെയാണ്. അപ്പോഴാണ് അവിടെ മറ്റേ പ്രശ്നം ഉടനെ എടുക്കുന്നത്. അതെ, പിന്നെയാണ് അമേരിക്കയിൽ പോയിട്ട് ഇത് സർക്കിൾ ചെയ്ത് പകതിലേക്ക് തന്നെ ഇതിൽ വന്നു ചേരുന്നു. അതെ, ഒരുപക്ഷെ അവിടുന്ന് പുള്ളി പോയായിരുന്നെങ്കിൽ അവിടെ തന്നെ എഴുതി കാണിക്കാനോ ഡയറക്റ്റ് ബൈ റിലീസ്. ഇപ്പൊ അതുകൊണ്ട് ചിലപ്പം അവൻ അവിടുന്ന് ഇറങ്ങി താഹിർ എന്ന് പറയുന്ന മെമ്പർ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സൈക്കിൾ ആക്സിഡന്റ് ഉണ്ടായില്ലായിരുന്നു, അയാൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് സൈക്കിൾ ഓടിച്ചില്ലായിരുന്നെങ്കിലും ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യായിരുന്നു. അല്ലേ? മറ്റേ ഇടിച്ചയാളൊരു സോറി പറയാൻ തയ്യാറായാലും ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യായിരുന്നു. മറ്റേ ആൾ വീട്ടിൽ ചെന്ന് വൈഫിനോട് വഴക്കുണ്ടാക്കാതിരുന്നാലും ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യായിരുന്നു. ഫോൺ കോൾ വന്നപ്പോഴത്തേക്ക് അനന്തേട്ടൻ്റെ ക്യാരക്ടറിന് ഇച്ചിരി സമാധാനപ്പെടാൻ തയ്യാറായാലും ഈ പ്രശ്നം ഒഴിവായിരുന്നു. അങ്ങനെ സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും അഗ്രസീവ് ആകാതെ കുറച്ച് പോട്ടേന്ന് പല കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാലും പല പ്രശ്നങ്ങളും ഒഴിവാകും. പ്രൊഡ്യൂസർ സാർ, ഇപ്പോൾ മലയാള സിനിമയിൽ ഭയങ്കരമായിട്ടുള്ള സമരം നടക്കാൻ പോകുന്നില്ല എന്നുള്ള ചർച്ചകളൊക്കെ നടന്നു. അമ്പിയറുള്ള ഒരു പ്രൊഡ്യൂസർ ആണെന്ന് ഔസേപ്പിന്റെ ഒസ്യത്തെ ഇറക്കിയതിലൂടെ തന്നെ സാർ തെളിയിച്ചു. ഇനി സാറിന്റെ മലയാള സിനിമയിലെ ഭാവി സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭാവി ഞങ്ങൾ ആക്ച്വലി ഇപ്പം ഒരു അടുത്ത പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനോട്ട് കയറുന്നുണ്ട്. സോ ഭാവി കാണണം എന്നുള്ള ചിന്താഗതിയിലാണ്. പിന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ നമ്മുടെ സമരം ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ഓക്കെ, പിന്നെ ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പിന്നെ ആക്ടേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ അവരിലെ ആക്ടേഴ്സ് പ്രൊഡക്ഷൻ എടുക്കുന്നു, അങ്ങനെയൊക്കെ. ഇൻ മൈ വ്യൂ, ആക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്താലും എല്ലാവരും റിസ്ക് തന്നെയാണ് എടുക്കുന്നത്. അവരുടെ കാശ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അതിൽ വലിയ വ്യത്യാസമില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ആക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ കൂടെയുള്ള ആൾക്കാർ ചെലവഴിക്കുന്നു, ബോധം പറഞ്ഞ പോലെ ഗാന്ധി തലയാണ്. അതിൻ്റെതായ റിസ്ക് അവരെടുക്കുന്നുള്ളത് ഷുവറാണല്ലോ. സോ അതിനെക്കുറിച്ച് വേറെ ഒരു ഒപ്പീനിയൻ ഇല്ല എനിക്ക്. താങ്ക് യു. ഈ റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നോ? ഐ മീൻ, അമീർ ഖാൻ ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹം പ്രതിഫലം മേടിക്കുന്നില്ല, പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് എന്ന് പറഞ്ഞായിരുന്നു. പ്രോഫിറ്റ് ഷെയറിംഗ്, അതായത് സിനിമ വിജയിച്ചാൽ അതിൽ നിന്ന് സാലറി, അല്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ സാലറി വേണ്ട എന്നുള്ള നിലയിൽ. അപ്പൊ ഈ സമരങ്ങൾക്കൊക്കെ ഇതുപോലുള്ള നിലപാടുകൾ സഹായകരമാവില്ല? ഈവൻ അങ്ങനെ ചില താരങ്ങൾ തീരുമാനിച്ചാൽ പ്രൊഡ്യൂസേഴ്സ് കുറച്ചും കൂടി സേഫ് ആയിട്ട് സിനിമ നിർമ്മിക്കാനായിട്ട് വരില്ലേ? പലപ്പോഴും താരങ്ങൾ റെഡിയായിരിക്കും, പ്രൊഡ്യൂസേഴ്സും ചിലപ്പോൾ ഇതിന് തയ്യാറാവണമെന്നില്ല. അല്ല, ഞാൻ പറയാം, ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആ പടത്തിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ആക്ടർക്ക് സാലറി കൊടുക്കുന്നതാണ് എനിക്ക് ലാഭം? എന്തിനാണ് ആക്ടർക്ക് പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നത്? ഞാൻ പ്രൈമറി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് ഷെയർ നസലിന് കൊടുക്കുന്നതിനേക്കാൾ എനിക്ക് ലാഭം സാലറി കൊടുക്കുന്നത് തന്നെയാണ്. അല്ല, പക്ഷേ
അത് എല്ലാ സിനിമകളിലും പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു ചേരുവ മനസ്സിലാക്കിയ സംവിധായകൻ എന്നുള്ള നിലയിൽ സാറിനത്ര കോൺഫിഡൻസ് ആയിട്ട് പറയാം. ചേരുവയിലേക്ക് വരുന്നു. ഞാൻ അതിനു മുമ്പ് ചെയ്ത തങ്കം എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ്. തങ്കം എന്ന് പറയുന്ന സിനിമ എനിക്ക് സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കിയ സിനിമയല്ല. ചേരുവ എനിക്കറിയാമല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യുമോ? അല്ല, അപ്പോഴും അപ്പൊ ആ റിസ്ക് എടുക്കുന്ന ആളെയാണ് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അമീർ ഖാൻ ആ നിലപാട് തെറ്റാണെന്നാണോ പറയുന്നത്? അമീർ ഖാന്റെ നിലപാടിന് തെറ്റൊന്നുമില്ല. അമീർ ഖാന്റെ ഡിമാൻഡ് അത്. അമീർ ഖാനെ പോലെ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരാൾ പറയുന്നത് എനിക്ക് സാലറി വേണ്ട, എനിക്ക് ലാഭവിഹിതം വേണമെന്നാണ് പറയുന്നത്. അത് വലിയൊരു ഡിമാൻഡാണ് എന്നാണ് ഞാൻ പറയുക. ഒരു ആക്ടർ അല്ലേ, അതല്ലേ കൂടുതൽ ഡിമാൻഡിങ് അല്ലേ? ഫ്രണ്ട് എൻഡ് ലോഡിങ് അല്ലെങ്കിൽ ബാക്ക് എൻഡ് ലോഡിങ്, അത് രണ്ട് ലോഡിങ് തന്നെയാണ്. അല്ല, ഉദ്ദേശിച്ചത് സാലറി എങ്കിലും പ്രോഫിറ്റ് കൊടുക്കുന്നത് നഷ്ടമാണ്. പക്ഷെ ആ സാലറി ഒരു നടൻ ആ സിനിമയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു റിസ്ക് എടുത്തുകൂടെ? അദ്ദേഹം നടൻ പലപ്പോഴും തയ്യാറായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. നടൻ പലപ്പോഴും തയ്യാറായിരിക്കും. ഇപ്പം ഇവിടെ ഹിറ്റാവുന്നുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നടൻ അത്രയും പ്രോഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊഡ്യൂസർക്കായിരിക്കും നഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എല്ലാ പടത്തിലും അല്ല, ഇത് ഓരോ പ്രൊജക്റ്റിനനുസരിച്ചിരിക്കും. മാർക്കറ്റുള്ള ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് മേടിക്കുന്നതാണ് ലാഭം. അമീർ ഖാന് മാർക്കറ്റ് ഉള്ളത് കൊണ്ടാണ് അമീർ ഖാൻ അത് പറയാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞത് താരേ സമയം പോലുള്ള സിനിമകൾ സംഭവിക്കാൻ തന്നെ കാരണം ആ തീരുമാനങ്ങളാണ്. ധൂം 3ക്ക് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞ പ്രതിഫലം മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ താരേ സമയം സംഭവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നിലപാടുകൾ വേണം എന്നാണ് ഉദ്ദേശിച്ചത്. നീ പറഞ്ഞ എല്ലാ സിനിമയും പുള്ളി ഷെയർ മേടിച്ചെന്നല്ലേ നീ പറഞ്ഞത് ആദ്യം? നീ ഞാൻ ഓരോ സെന്റൻസിലും അഭിപ്രായം മാറ്റുന്നുണ്ട്. 20 വർഷമായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിത് നീ പറഞ്ഞുള്ള അറിവില്ല, എനിക്കും അറിയത്തില്ല. ഞാൻ വായിച്ചിട്ടില്ല എവിടെയും. എനിക്കറിയത്തിലുണ്ട്, വാർത്ത വന്നായിരിക്കും. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നീ പറഞ്ഞാലോ, നീ തന്നെയാണ് ഇതേ സ്റ്റേറ്റ്മെന്റ് പറയുക, 1 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു പറയുകയും ചെയ്യുന്നത്. അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ച കൺസെപ്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. അതായത് ധൂം 3 എന്നുള്ളത് ഭയങ്കര ധൂം 3 കഴിഞ്ഞു, താരേ സമയം പറഞ്ഞു. നമുക്ക് ഇതിനെപ്പറ്റി പറയാം. ഔസേപ്പിന്റെ ഞാൻ ഷെയർ ചോദിച്ചു തന്നില്ല. ഞാനും ചോദിച്ചു തന്നില്ല. അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി എടുത്തപ്പോൾ എല്ലാ ടെക്നിക്കൽ ടീമായാലും ശരി, ക്രിയേറ്റീവ് വൈസ് ആയാലും ശരി, മറ്റുള്ള ഇൻഡസ്ട്രീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രിയാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എടുക്കണമെങ്കിൽ മലയാളം ആണ് ഫസ്റ്റ് റെഫർ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ തമിഴായാലും തെലുങ്കായാലും കന്നഡ ആയാലും ബഡ്ജറ്റ് വൈസ് ആയാലും ശരി, ഇപ്പം ഇൻഡസ്ട്രി വൈസ് ആയാലും ശരി, അവരാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ കണ്ടന്റ് ഓറിയന്റ് വൈസ് മാത്രം ടെക്നിക്കലി നമ്മൾ മുന്നിൽ നിൽക്കുന്നത് പറഞ്ഞാലും ബഡ്ജറ്റ് വൈസ് നമ്മൾ പുറകിലോട്ടല്ല നിൽക്കുന്നത്. പല പടങ്ങളിലായിട്ടും ബ്ലോക്ക് ബസ്റ്ററിലായാലും 1, 2, 4, 5 പടങ്ങളേ ഉള്ളൂ എടുത്തു പറയാനായിട്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ബാക്കോട്ടേക്ക് ഒന്ന് വരുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഇൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രി തന്നെയാണ്. അത് ബഡ്ജറ്റിന്റെ അല്ല, കളക്ഷന്റെ കാര്യത്തിൽ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്ത മണിയുടെ കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു 6% ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എനിക്ക് കണക്ക് കൃത്യമാണെന്ന് അറിയില്ല, ഞാനിങ്ങനെ കേട്ടതാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 12% മുകളിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് മലയാള സിനിമ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വർഷങ്ങളിൽ 6% ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു എക്സാക്ട് അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ സിനിമയുടെ ഇപ്പം മലയാളം ലാംഗ്വേജ് സിനിമകൾ കാണുന്ന ആളുകളുടെ എണ്ണത്തിലുള്ള കുറവ് തമിഴ്നാട് പോലെ അല്ലെങ്കിൽ തെലുങ്കാന, ഹൈദരാബാദും പോലുള്ള വലിയൊരു സംസ്ഥാനവും കേരളം പോലുള്ള ചെറിയൊരു സംസ്ഥാനവുമാണ് എന്നത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. മലയാള ഭാഷ ഉപയോഗിക്കുന്നവരുടെ ആളെണ്ണം കുറവാണ്, ഓഡിയൻസ് കുറവാണ്. അത് തന്നെയാണ് അതിൻ്റെ റിയാലിറ്റി. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം ബോംബെ എന്നുള്ളൊരു സ്റ്റഡി പറയുന്നത് ഏറ്റവും കൂടുതൽ ടെലഗ്രാം ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി കേരളമാണെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പൈറസി കാണുന്ന ഓഡിയൻസ് ഉള്ളത് കേരളത്തിൽ നിന്നാണെന്നുള്ളതാണ് ബോംബെ എന്നുള്ളൊരു സ്റ്റഡി കണക്ക് പറയുന്നത്. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് നമുക്ക് ആരോട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനൊന്നും പറ്റില്ല. നമ്മൾ സ്വയം എടുക്കേണ്ട തീരുമാനങ്ങളും സ്വയം എന്താ പറയുക കുറച്ചുകൂടെ വളരാനാണ്. ഇപ്പം OTT പ്രൈസ് ഡൗൺ ആകുന്നതിന്റെ പ്രധാന കാരണമായിട്ട് അവർ ആരോപിക്കുന്നത് പൈറസിയാണ്. തിയേറ്റർ എന്നുള്ളത് മാറി ഇപ്പോൾ OTT പോലും ഇപ്പൊ കച്ചവടം നടക്കാത്ത ഒരുപാട് പടങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ OTT പോലും എന്ന് പറഞ്ഞാൽ OTT ഇവിടെ കച്ചവടം നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തേക്കുള്ള ആയിട്ടില്ല. അതിനു മുമ്പ് ഇവിടെ സിനിമ ഓടിക്കൊണ്ടിരുന്നത് തിയേറ്ററിൽ തന്നെയാണ്. അപ്പം ഈ പറഞ്ഞ കച്ചവടം എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഒരു ഇറക്കുന്ന പടം കച്ചവടമായാലേ എന്തെങ്കിലും മുടക്കിയ മുതലെങ്കിലും തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പം അല്ല, തിയേറ്ററിൽ ഓടിയ പിന്നെ കിട്ടുന്നത് കാശല്ല. ഞാൻ പറഞ്ഞത് മുടക്കിയ മുതലെങ്കിലും ശരിക്കും കച്ചവടം ആയാലല്ലേ. ഇപ്പോൾ 10 രൂപ മുടക്കണമെങ്കിൽ 11 രൂപ എങ്കിലും തിരിച്ചു കിട്ടിയാലേ അത് കച്ചവടം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അല്ല, അത് ലാഭം വന്ന കച്ചവടം. കച്ചവടം അങ്ങനെ കച്ചവടത്തിലെല്ലാം ഉണ്ട്, നഷ്ടമല്ല കച്ചവടത്തിൽ വരും. ലാഭം വന്ന കച്ചവടമാണ്. അപ്പം ഞാൻ പറയാം, ഇപ്പൊ ഇങ്ങനെ പൈറസി ആയാലും ഇപ്പം കണ്ട സമരത്തിനും ഇതിലൊക്കെ പോകുമ്പോഴും പൈറസി എന്ന് പറയുന്നത് പ്രശ്നം അവിടെ ഇപ്പോഴും നിൽപ്പുണ്ട്. സർക്കാരായാലും ഉറപ്പായിട്ടുണ്ട്. അതിന് നമുക്ക് നിയമപരമായിട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഒരുപാട് പരിധികളുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ചില സൈറ്റുകൾ നിരോധിക്കുക, അങ്ങനെയൊക്കെ പറ്റുന്നിടത്തോളം പ്രതികരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
പക്ഷെ എന്നാലും നമുക്ക് നിയന്ത്രിക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ക്വാളിറ്റി ഉള്ളവരായി മാറുക, ഓരോ വ്യക്തിയും ഓരോ പ്രേക്ഷകനും ക്വാളിറ്റി ഉള്ളവരായി മാറുക എന്നുള്ളതാണ് ആ നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത്രേ ഉള്ളൂ. അത് പറഞ്ഞത് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു പടത്തിൻ്റെ കളക്ഷനോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വിടുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ച് ധാരണ കിട്ടാൻ നല്ലതാണ്. ഞാൻ പറഞ്ഞ തിയേറ്ററിൽ ഇപ്പോൾ സ്റ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം പറയുന്നത് എത്രമാത്രം നല്ലതാണെന്നൊരു സംശയം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. ഞാൻ കരുതുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയെക്കുറിച്ച് അങ്ങനെ വിടുന്നത് അത്ര നല്ലതല്ല. തിയേറ്ററിൽ നിന്ന് സിനിമ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, തിയേറ്ററിൽ നിന്ന് സിനിമ മാറിയതിന് ശേഷമേ അതിൻ്റെ അങ്ങനത്തെ കളക്ഷൻസ് പുറത്ത് വിടാവുള്ളൂ എന്നാണ് എനിക്ക് അഭിപ്രായം. പിന്നെ എനിക്ക് തോന്നിയൊരു സജഷൻ കൂടെ പറയാൻ തോന്നിയത്, അങ്ങനെ അഥവാ കളക്ഷൻ പുറത്ത് വിടുമ്പോൾ കേരളത്തിലെ കളക്ഷൻ മാത്രമല്ല, കേരളത്തിന് വെളിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കളക്ഷൻസ് ഉണ്ട്, ഇന്ത്യക്ക് പുറത്ത് വിടുന്ന കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ ആ സിനിമയുടെ വരുമാനത്തിൽ പെടുന്നത് തന്നെയാണ്. അത് പുറത്ത് വിടേണ്ടതാണ് അങ്ങനെ വിടുവാണെങ്കിൽ തന്നെ. കാരണം അതൊക്കെയല്ലേ അതിൻ്റെ കൃത്യം വലിപ്പം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഡയറക്ടർ സർ, ഇപ്പോൾ മലയാളിസറിനും ഏറ്റവും സേഫ് കയ്യിലെ പൈസ പോകാതിരിക്കാനും, പക്ഷെ എന്തുകൊണ്ടാണ് ഔസേപ്പിന്റെ ഒസ്യത്ത് പോലുള്ള കുറച്ചും കൂടി തീക്ഷ്ണമായ സിനിമകൾ ആദ്യ സിനിമയായിട്ട് തന്നെ ചെയ്ത് തുടങ്ങണം എന്ന് തീരുമാനിക്കുന്നത് എവിടെ നിന്നാണ്? അല്ല, ഇതിന്റെ പ്രിമൈസ് കേൾക്കുമ്പോൾ തന്നെ ഇത് പല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രില്ലറായിട്ട് പല രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ നോക്കിയത് ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പും അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതിനകത്ത് അത് എന്ത് തിയേറ്ററിൽ ഓടും എന്ത് തിയേറ്ററിൽ ഓടില്ല എന്നതിനെ കുറിച്ചൊരു എനിക്കറിയില്ല. പക്ഷെ ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റി എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ ഹേമന്ത് ചേട്ടൻ, ഷാജുൻ ചേട്ടന്റെ പ്രൈം ടൈമും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഹേമന്ത് ചേട്ടനെ കാണാറുണ്ട്. ഇപ്പോൾ ഫാസിൽ സാറിന്റെ പടത്തിലൂടെ വരുന്നു, അതിനുശേഷം പിന്നെ ജൂലി എന്നുള്ള പടത്തിലൂടെ കണ്ടു, ആ പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഇപ്പം ഈ ഒരു ന്യൂ ജനറേഷൻ ഇപ്പോൾ പോത്തേട്ടനൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഇപ്പോൾ ഔസേപ്പിന്റെ ഒസ്യത്തിലൂടെ വീണ്ടും വരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയാണ് ഈ പോകുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ മാത്രമേ പടം കാണുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ നമ്മൾ നല്ല സിനിമകളുടെ ഭാഗമാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇടയ്ക്ക് ഞാൻ ചെയ്ത പല പടങ്ങളും എനിക്ക് തോന്നുന്നു, ഞാൻ ഓൾമോസ്റ്റ് 10-35 പടം ചെയ്തപ്പോൾ പല ഭാഷകളിലായിട്ട്. ഈ തമിഴിലെ 2 മൂവീസ് റിലീസാകുന്നുണ്ട്, മലയാളത്തിൽ 2 മൂവീസ് റിലീസാകുന്നുണ്ട്. അപ്പോൾ നല്ല സിനിമകളുടെ ഭാഗമാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല സിനിമകൾ വരാൻ. ഇപ്പോൾ ഈ സിനിമ എനിക്ക് വന്നു ചേർന്നതാണ്. ഇപ്പോൾ വളരെ ആക്സിഡൻ്റലി എന്നെ വിളിച്ചാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര കാണും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കറിയാം ഞാൻ മിസ്സിംഗ് ആണെന്ന് എനിക്കും അറിയാം. പക്ഷേ സിനിമകൾ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കപ്പെടുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഞാൻ ഒരുപാട് എഫേർട്ട് സിനിമയെക്കാളും ശ്രദ്ധിക്കപ്പെടുന്ന ഇങ്ങനെ സിനിമകളായിരിക്കും. ഇതിലിപ്പോൾ എനിക്ക് എഫേർട്ട് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കാരണം എനിക്ക് സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. പക്ഷേ എൻ്റെ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ, ഓടെ എൻ്റെ സിനിമയിലേക്ക് വരുന്ന ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ നല്ല ക്രൂവിൻ്റെ കൂടെ, നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ, നല്ല ബാനറിൽ, നല്ല ഡയറക്ടറുടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ അതൊരു വലിയ ഫാക്ടറാണ്. ഞാൻ ചെയ്യുന്ന പല പടങ്ങളും ശ്രദ്ധിക്കപ്പെടാണ്ടിരിക്കാൻ പോകാൻ കാരണം ചിലപ്പോൾ ഞാൻ പല സിനിമകളും ഒരു കമ്മിറ്റ്മെന്റ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, പിന്നെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യം വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ സർവൈവലാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്രം നൗ ഓൺവേർഡ്സ് ഞാനിപ്പോൾ ഇതെൻ്റെ സിനിമ, എൻ്റെ ഫസ്റ്റ് സിനിമയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇനി അങ്ങോട്ട് ഞാൻ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു കംബാക്ക് ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ പുതിയ തുടക്കം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഞാൻ അങ്ങനെ ഒരുപാട് കോംപ്രമൈസ് ചെയ്യാതെ നല്ല സിനിമകൾക്ക് വേണ്ടി മാക്സിമം കാത്തിരുന്ന് നല്ല സിനിമകളുടെ ഭാഗമായിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഹേമന്ത് ചേട്ടന്റെ കാര്യത്തിൽ തോന്നിയത് മമ്മൂക്കിയൊക്കെ പോലെ ഫിസിക്ക് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിട്ടാണ്. കാരണം അന്ന് കണ്ടതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. എത്ര വർഷമായി മറ്റേ ഫാസിൽ സാറിന്റെ പടമൊക്കെ ഇറങ്ങിയിട്ട്? അല്ല, ഞാൻ ആക്ച്വലി എൻ്റെ ആദ്യ സിനിമ എനിക്ക് 20 വയസ്സേ ഉള്ളൂ. ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇത് പടമാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചായിരുന്നു, ഭയങ്കരമായിട്ട് ലുക്കൊക്കെ ഭയങ്കര മാറിയിരുന്നു. ഞാൻ എടുത്ത തീരുമാനമാണ്, ശക്തമായ തീരുമാനമാണ്, ഞാൻ ബ്രേക്ക് എടുക്കാം, ഞാൻ ഫിസിക്കലി കംപ്ലീറ്റ്ലി ഫിറ്റ് ആവാം, എൻ്റെ ലുക്ക് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ എൻ്റെ ലുക്ക് മാക്സിമം നന്നാക്കാൻ ശ്രമിക്കാം. മീൻസ് എനിക്ക് പറ്റുന്ന ലിമിറ്റിൽ എന്താണ് എൻ്റെ ബെസ്റ്റ് വേർഷൻ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു നല്ലപോലെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പ്രായം കുറേ പിടിച്ചതെന്ന് തോന്നുന്നു എനിക്ക്. നമ്മൾ എൻ്റെതായിട്ടുള്ള എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുക നല്ല സിനിമകളിലേക്ക്. നമുക്ക് ഇപ്പോൾ ഈ ഔസേപ്പ് പോലെ സിനിമകൾ വരുമ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ആസ് എൻ ആക്ടർ ഞാനിപ്പോൾ എൻ്റെ ആക്ടിങ് ഞാൻ പണ്ടൊക്കെ വളരെ മീഡിയോക്കർ ആക്ടറെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ വളരെ ആക്സിഡൻ്റൽ സിനിമയ്ക്ക് വന്ന ആളാണ്, ഒട്ടും പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് വന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അഭിനയത്തെക്കുറിച്ച് ഒന്നും എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ സിനിമയെ വളരെ സീരിയസ് ആയി കാണുന്നു, ഞാൻ ആക്ടിങ് വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നു, സിനിമകൾ കാണുന്നു, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു.
ഇപ്പോൾ പോത്തേട്ടനെയോ അല്ലെങ്കിൽ ഷാജോട്ടിനെയോ അല്ലെങ്കിൽ കുട്ടിയേട്ടനെ കിട്ടും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ഞാൻ കുറേയൊക്കെ വെറുപ്പിച്ചിട്ടുണ്ട് കുട്ടിയേട്ടനൊക്കെ. കാരണം അവിടെ നിന്ന് കിട്ടും എന്ന് അറിയാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പോത്തേട്ടനൊക്കെ ഇപ്പോൾ ചിലത് പറഞ്ഞാൽ ഞാൻ ആലോചിക്കാറ് ഇതാണ് പോത്തേട്ടൻ ബ്രില്യൻസ്. ഞാൻ എനിക്ക് ആലോചിക്കാറുണ്ട്. പുള്ളി വളരെ കാഷ്വലി പറഞ്ഞു തന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാക്സിമം അറിവുകൾ നേടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ കോ ആക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ മാക്സിമം അറിവുകൾ നേടിയിട്ടും സിനിമകൾ കണ്ടിട്ടും അല്ലെങ്കിൽ ആക്ടിങ് മസ്റ്റ് ചെയ്തിട്ടും ഞാൻ എന്നെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി നല്ല സിനിമകളൊക്കെ വരുന്നത് പ്രതീക്ഷിക്കുന്നു. നോക്കാം. പോത്തേട്ടാ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് കഴിഞ്ഞ പൈങ്കിളി എന്നുള്ള സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അൺകംഫർട്ടബിൾ ആയ ഒരു കാര്യം എനിക്ക് പോത്തേട്ടനോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അതായത് നിയമപരമായ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എല്ലാ സിനിമകളിലും കൊടുക്കുന്നതാണ്. പുകവലി, മദ്യപാനം ഒക്കെ ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളത്. ആ സിനിമയിൽ ഒരു തരത്തിൽ അത് പരിഹസിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഒരു തരം അവാർഡ് എന്ന് വെച്ച പോലെ പറയുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതൊരു പരിഹാസമാണെന്നുള്ളത്. ഇപ്പോൾ അതേ സംവിധായകൻ്റെ സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് MDMA കഞ്ചാവൊക്കെ ആയിട്ട് പോലീസ് പിടിയിലായി. അപ്പോൾ വയലൻസ് സിനിമകളുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ സമൂഹത്തെ സിനിമയെ കണ്ടാൽ പോരെ എന്നൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും സിനിമയിൽ ഈ ലഹരി മാഫിയ സജീവമാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആ ഒരു സംശയം എങ്ങനെയാണ് ദൂരീകരിക്കാനുള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഓൺലൈനിൽ കണ്ടൊരു വാർത്ത, കഴിഞ്ഞ 2-3 ദിവസത്തെ പോലീസിൻ്റെ ലഹരി വേട്ടക്കിടയിൽ 4000-ലധികം പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത് കേരളത്തിൽ നിന്ന്. എത്ര സിനിമാക്കാരെ അറസ്റ്റ് ചെയ്ത് എണ്ണം പറ. അതിൽ ഡോക്ടേഴ്സുണ്ട്, ബിസിനസ്സുകാരുണ്ട്, പല പ്രൊഫഷണലുള്ളവരുണ്ട്. മീഡിയ അറ്റൻഷൻ എന്നേ എനിക്ക് ഇതിനെ തോന്നുന്നുള്ളൂ. അല്ല, ഒരാളാണെങ്കിലും തെറ്റല്ലേ? അതെ, ഉറപ്പായിട്ടും. അല്ല, അതിനകത്ത് അങ്ങനെ ന്യായീകരണമൊന്നുമില്ല. അതിപ്പോൾ ആരായാലും തെറ്റല്ലേ, ഉറപ്പായിട്ടും. അല്ല, ഞാൻ പറയുന്നത് 4000-ലധികം പേരെ, അങ്ങനെയല്ലേ, അങ്ങനെയാണ് ഞാൻ വാർത്ത കണ്ടേ. 4000-ലധികം പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് എറണാകുളത്തോ എന്തോ ബോംബ് ചെയ്തിട്ട്. അല്ലല്ല, 4000-ലധികം പേരെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെ മൊത്തം അറസ്റ്റ് രേഖപ്പെടുത്തിയ കേസുകളുണ്ടെന്നാണ് പറഞ്ഞത്. 4000-ലധികം. 400 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് ഒരു രാത്രിയിലത്തെ കേസാണ്. കൊച്ചിയിൽ ഒരു നൈറ്റ് നടന്ന റെയ്ഡിൻ്റെ കേസാണ്. അപ്പം ഒരാൾ കുറവാന്നല്ല ഞാൻ പറയാം. അപ്പം അതൊരു നിനക്കെന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച്? 4800 പേര് മൊത്തം കേസുകൾ അറസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ പറയുന്നത് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും. കാരണം സിനിമ ഈ സൊസൈറ്റിയിലുള്ള സാധനം തന്നെയാണ്. അത് വേറെ പ്രത്യേകിച്ചൊരു സ്ഥലത്തുള്ളതൊന്നുമല്ല. തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും. പക്ഷേ അതിൽ ക്രമാതീതമായിട്ടുള്ള ഒരു അളവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നുവരെ. അതാണ് എൻ്റെ അഭിപ്രായം. സിനിമയിൽ അങ്ങനെ ലഹരിയുടെ ഉപയോഗം കുറവാണെന്നാണോ അതിൻ്റെ അർത്ഥം? അതായത് അങ്ങനെ ഒരു സംഭവം കുഴപ്പമില്ല എല്ലായിടത്തും? കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നതല്ല. അത് എവിടെയായാലും ഏത് മേഖലയിലായാലും നമുക്ക് പറ്റുന്നതാണോ? അല്ല, അനുവദനീയമല്ലാത്ത ഒരു സാധനവും നമുക്കിവിടെ പറ്റില്ല. അങ്ങനെ തന്നെയാണല്ലോ, ഒരു കാരണവശാലും അത് പറ്റില്ല. അപ്പോൾ ഇതുപോലെ പരിഹസിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? ആ സ്റ്റാറ്റ്യൂട്ട് പരിഹസിക്കുന്നതിനോടൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ കണ്ടിട്ടില്ല പടം. പരിഹസിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല, ഒരു കാരണവശാലും ഇല്ല. ആ പടത്തിന്റെ അതിപ്പോൾ പുകവലി, നമുക്ക് ഇപ്പം സിഗരറ്റ്, മദ്യമൊക്കെ ഇവിടെ ലീഗലി അവൈലബിൾ ആകുന്ന സാധനമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അത് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ ഒരാൾ പിടിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ളവരും കൂടിയാണ് ആ സംശയ ദൃഷ്ടിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്. അല്ല, ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പം ഞാൻ പറയുന്നത്, നീ കണക്കൊന്ന് ആലോചിച്ച് നോക്ക്. നീ കണക്കൊന്ന് വെച്ചിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കറക്റ്റല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്കിപ്പം നീ ഒന്ന് ആലോചിച്ച്, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എത്ര നാൾ ജീവിക്കുന്നതാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുള്ളത്? എത്ര നാൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും? അത് എന്ന് പൊട്ടുമെന്നറിയാത്ത ബോംബ് പോലെയാണ്. സിനിമയിൽ എത്ര പേര് വഴിയിൽ ഇറങ്ങി പൊട്ടുന്നത് നീ കണ്ടിട്ടുണ്ട്? സിനിമയിൽ എത്ര പേര് പല്ലില്ലാതെയും ഇതുമായിട്ട് നടക്കുന്നത് നീ കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട്? അപ്പം ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നവരില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉണ്ട്, പക്ഷെ അത് അത്ര വലിയൊരു അളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വലിയ ഒരു ഭൂരിഭാഗം ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഉപയോഗിക്കുന്നവരുണ്ടാവാം. കാരണം അത് സിനിമയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും ഇനി പൈങ്കിളി സിനിമ കാണുമ്പോൾ ആ സ്റ്റാറ്റ്യൂട്ടറി വാണെങ്കിൽ എഴുതി കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു. ഷാജിയുടെ അടുത്ത ഡയറക്ടോറിയൽ എന്നാണ് ഡയറക്ഷൻ ഈ പറഞ്ഞതുപോലെ സിനിമയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ച് സിനിമകൾ ചെയ്യണം എന്ന് ഇനി ആഗ്രഹമുണ്ട്. അതിനകത്ത് ഡയറക്ഷനും എഴുത്തും അഭിനയവും പ്രൊഡക്ഷനും ഒക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട് നന്നായിട്ട്. ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു സമയം വരുമ്പം ദൈവം അനുഗ്രഹിച്ച് അതിൻ്റെ ഒരു സമയം വരികയാണെന്നുണ്ടെങ്കിൽ അത് നടക്കും. താങ്ക് യു സോ മച്ച്. ഐഡിയൽ നായക സങ്കല്പം എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്.
നായകൻ ആർക്കും ആവാം, നായകനായിട്ട് ആർക്ക് വേണേലും വരാം. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റിന് താഴെ ഞാൻ കമൻറ്റ് കണ്ടു, പോത്തം വരെ നായകനായി പിന്നെയാണ്. അപ്പോൾ നായകൻ ആർക്കും ആവാം, അതിനൊന്നും പ്രശ്നമില്ല. ഐഡിയൽ ഒരു ഹീറോ സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ ഒരു തോന്നലുണ്ടല്ലോ, ഒരു നായകൻ ഇങ്ങനെയായിരിക്കണം, അയാൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റണം, അയാൾക്ക് അത് ചെയ്യാൻ പറ്റണം, അയാൾക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും അങ്ങനത്തെ ഒരു നായകന്, ഐഡിയൽ കൺവെൻഷനുള്ള നായകൻ. അപ്പം അതിലേക്കുള്ള ഫീച്ചേഴ്സ് ഉള്ള ആളല്ല ഞാനെന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ നല്ലൊരു ക്യാരക്ടറാണ്, ഞാനൊരു ക്യാരക്ടറായിട്ടാണ് ചെയ്യുന്നത്, ഞാനൊരു ഹീറോ ആയിട്ടല്ല അതിൽ പെർഫോം ചെയ്യുന്നത്. ഒരു പെർഫോമർ എന്ന നിലയിലാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഒരാൾ നായകനാവാം, ഞാൻ ഐഡിയൽ സങ്കല്പത്തിൽ എന്നാണ് പറഞ്ഞത് കേട്ടോ. അത് ക്ലിയർ ആയിട്ട് വായിക്കാം. ഏകദേശം ഉണ്ടായില്ലേ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇല്ല? ഉറപ്പായിട്ടും ഓരോ സിനിമയും വിജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്ര വലിയ ബഡ്ജറ്റിൽ വരുന്ന വലിയ പ്രതീക്ഷകളുള്ള സിനിമ എന്ന നിലയിൽ തീർച്ചയായിട്ടും എബ്രാൻ എന്ന് പറയുന്ന സിനിമ ഇവിടെ വിജയിക്കേണ്ടത് ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എനിക്ക് നാളെ ഒരു വലിയ സിനിമ പ്ലാൻ ചെയ്യണമെങ്കിൽ നിലവിലുള്ള വലിയ സിനിമകൾ വിജയിക്കേണ്ട ആവശ്യകതയുണ്ട്. തീർച്ചയായിട്ടും ഞാനും പ്രാർത്ഥിക്കുന്ന സിനിമ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. സാർ, അവസാനമായിട്ട് എന്തുകൊണ്ട് ഔസേപ്പിന്റെ ഒസ്യത്ത് കാണണം എന്ന് പ്രേക്ഷകർക്ക് നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്ന മറുപടി ഉണ്ടായി? ഇത് ബന്ധങ്ങളുടെ സിനിമയാണ്. ഓരോ ഫാമിലി റിലേഷൻഷിപ്പ്, ബ്രദർഹുഡ്, അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു മനോഹരമായിട്ടൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്, അതും തിയേറ്ററിൽ തന്നെ. ഇവരുടെ ആക്ടിങ് പെർഫോമൻസസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു മികച്ച പടമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിരിക്കണം, തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഇത് തന്നെയാണ് നല്ലൊരു സിനിമ. ജനങ്ങൾ കാണാതെ പോകരുത്, ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെയുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഗൂർ എന്ന് പറഞ്ഞൊരു ഫിലിം കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ സ്വപ്നങ്ങളുമായിട്ട് നല്ല നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹവുമായിട്ട് വന്നിട്ടുള്ള ഒരു നല്ല പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് നമ്മൾ മലയാളികൾ കൊടുക്കുന്ന ഒരു സ്വീകാര്യതയായിരിക്കും. അവർ മുമ്പ് ചോദിച്ച പോലെ ഫ്യൂച്ചറിൽ അവർക്ക് നല്ല നല്ല സിനിമകൾ ചെയ്യാനുള്ളൊരു ധൈര്യം കൊടുക്കുക. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഈ സിനിമ നല്ല സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല പ്രകടനങ്ങളുണ്ട്, നല്ല പ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തിയേറ്ററിൽ തന്നെ സിനിമ കാണണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ശരത്ത് പറഞ്ഞ പോലെ ഒരുപാട് ഫാമിലി ഇമോഷൻസ് പറയുന്ന സിനിമയാണ്. ഇപ്പോൾ ചേട്ടനും അനിയന്മാരും അച്ഛനും മക്കളും ഒക്കെ ഒരുപാട് ഇമോഷൻസ് പറയുന്ന സിനിമയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ഇപ്പോൾ നാളെ പറഞ്ഞ ഒരുപാട് വയലൻസ് സിനിമ അല്ലെങ്കിൽ ഭയങ്കര ലവ് സിനിമകൾ കാണുന്നതിനിടയ്ക്ക് ഒരു സ്ലോ പേസ്ഡ് ഒരു ഇമോഷൻസ് പിടിച്ച സിനിമയാണ് ഔസേപ്പിൻ്റെ ഒസ്യത്ത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നോട് കാണാൻ ശ്രമിക്കുക. പിന്നെ മൈഗോ ഫിലിംസ് എഡിയുടെ ആദ്യ സിനിമയാണ്. ഒരുപാട് പ്രൊഡ്യൂസറും നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. പുള്ളി ഒരു ഭയങ്കര ഡിഫറെൻറ്റ് പ്രൊഡ്യൂസറാണ്, ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ആളാണ്. ശരത്തിൻ്റെ ആദ്യ സിനിമയാണ്, റൈറ്റർ ഫസലിൻ്റെ ആദ്യ സിനിമയാണ്. അപ്പോൾ എല്ലാം കൂടെ അവർക്ക് എല്ലാവരും ഒരുപാട് ഫ്യൂച്ചറിലുള്ള ആൾക്കാരാണ്. ഗംഭീര പെർഫോമൻസ് ആണ് ഇപ്പോൾ ഷാൻ ചേട്ടനും കുട്ടിയേട്ടനൊക്കെ. എൻ്റെയും ഒരു മികച്ച പ്രകടനം ഞാനും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു തിരിച്ചുവരവാണ് ഡെഫിനറ്റ്ലി. ഞാൻ കുറേ കാലം കൊണ്ട് എടുത്ത എഫേർട്ടൊക്കെ തിരിച്ചു വന്നുകൊണ്ടെങ്കിൽ ചെറിയ ക്യാരക്ടറാണെങ്കിൽ പോലും പഠിത്തം ബെറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടിയും സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരു ഫാമിലി മൂവിയാണ് ഡെഫിനറ്റ്ലി. എല്ലാവർക്കും ഫാമിലിയിൽ നിന്ന് പീസ്ഫുള്ളായി കാണാൻ പറ്റിയ സിനിമയാണ്. കണ്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. പിന്നെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുക, എഡിയെ പോലെ ഒരു പ്രൊഡ്യൂസർ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലത്തെ ഒരു ഫിലിം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ എബ്രാഹിം ചെറിയാനിൻ്റെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസറാണ്. പുള്ളിയുടെ ഇൻപുട്ടും പുള്ളിയുടെ ഹെൽപ്പും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഔസേപ്പിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ ടൈമിലെ കഥയാണ് ഈ ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഇവരുടെ അതിന് മുന്നുള്ള അവരുടെ ജീവിതം മാത്രമാണ് എനിക്ക് ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ അവർ ഔസേപ്പായിട്ടും മൈക്കിളായിട്ടും ജോർജായിട്ടും ഒക്കെ ഇതിനകത്ത് ജീവിക്കുകയാണ്. അത്രയ്ക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അവർ അതിനകത്ത് ജീവിക്കരുത്.